മൈ ലവ്ലി മാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. Yes, now we have a quick revision of the table, multiplication table of 3. പപ്പടങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പപ്പടം എത്ര എണ്ണമുണ്ട്, അവ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. 3 എണ്ണം ഒരു വരിയിൽ വന്നു, പിന്നീട് നാലാമത് വന്നത് താഴെയാണ്. അപ്പോൾ 2 നിര വന്നു കഴിഞ്ഞു, 3 പപ്പടങ്ങൾ വീതമാണ്. അതാ മൂന്നാമത്തെ നിരയിലേക്കാണ് പിന്നീട് പോയത്. യെസ്, അതായത് 3 എണ്ണം വീതം ഓരോ വരിയിലും വരത്തക്ക വിധം 9 പപ്പടം തീർന്നു. ഇനി ഒരു പപ്പടം കൂടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. യെസ്, ദാ ഒരു പപ്പടം നിറമൊക്കെ മാറി കുറച്ച് മാറി നിൽക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് പപ്പടങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. 3 3 3 ഒരെണ്ണം മാറി. ഇനി നമ്മുടെ കയ്യിൽ 1 മുതൽ 0 ഉണ്ട്, 1 2 3 4 5 6 7 8 9 വരെ. ഈ സംഖ്യകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, മറ്റൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ടേബിൾ ഉണ്ടാക്കും. 1 എവിടെയാണ്, ഏത് പപ്പടത്തിന് മുകളിലാണ് വെക്കേണ്ടതെന്ന് കൃത്യമായി ശ്രദ്ധിക്കാം. 2 3 കണ്ടോ, 1 2 3 വെച്ചത് എവിടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇനി 3 കഴിഞ്ഞാൽ 4 വെക്കേണ്ടത്. 4 വെക്കേണ്ടത് നമ്മൾ സാധാരണ എന്ത് ചെയ്യും, 3 കഴിഞ്ഞ് അടുത്തുള്ള നേരെയുള്ള പപ്പടത്തിലാണ് കൊണ്ടുവയ്ക്കുക. പക്ഷെ നോക്കൂ അവിടെയാണോ എന്ന്. 4 വീണ്ടും താഴേക്ക് പോവുകയാണ് ചെയ്തത്. 5 6. ഇനി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ 7 എവിടെ വെക്കുമെന്ന്. നേരെ തൊട്ടടുത്ത് വെക്കുമോ താഴേക്ക് വെക്കുമോ? താഴേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. 8 9. അപ്പൊ 9 സംഖ്യ എഴുതി. അപ്പോൾ വേറിട്ട് നിൽക്കുന്ന മഞ്ഞപ്പപ്പടത്തിൽ 0 മഞ്ഞപ്പപ്പടത്തിന്റെ കൂടെ പോയി. ഓക്കെ, ഇപ്പം ഓരോ പാത്രത്തിലും ഓരോ സംഖ്യകൾ വീതം നമ്മൾ എഴുതി കഴിഞ്ഞു. Now let us see what happens next. യെസ്, ഈ പ്രാവശ്യം ഒന്നാമത്തെ റോയിലേക്ക് തന്നെയാണ് 0 വന്നിരിക്കുന്നത്. അഗൈൻ 0, അതേ റോയിൽ തന്നെ വീണ്ടും 0. അപ്പോൾ ഒന്നാമത്തെ നിരയിൽ എല്ലാ സംഖ്യകളുടെയും മുൻപിലായി 0 വന്നിരിക്കുന്നു. ഇനി അടുത്ത വരിയിലും 0 തന്നെയാണോ നോക്കാം. No, 1 has come. യെസ്, വീണ്ടും 1, വീണ്ടും 1. അപ്പം സെക്കൻഡ് റോയിലെ എല്ലാ പപ്പടങ്ങളിലും ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത് 1 തന്നെയാണ്, 1. റോ ചേഞ്ച് ചെയ്തതുകൊണ്ട് സംഖ്യയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ആണ് ഇപ്പോൾ വന്നത്. അഗെയിൻ 2. യെസ്, വെരി ഇൻട്രസ്റ്റിംഗ്. 0 0 0 1 1 1 2 2 2. ആൻഡ് വേറിട്ട് നിൽക്കുന്ന പപ്പടത്തിലേക്ക് 3 വന്നു. നമുക്കറിയാം 3യുടെ ടേബിളിൽ 30യിലാണ് അവസാനിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. മറ്റ് ഇടയ്ക്കെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? 1 2 3 4 5 6 7 8 9. അത് കഴിഞ്ഞ് 0 10ാമത്തേൽ കൊടുക്കും. അതിന്റെ ശേഷം ഓർഡർ പറ്റ മാറി. 0 0 0 1 1 1 2 2 2 3. നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. യെസ്, പപ്പടങ്ങൾ വന്നു. 3 എണ്ണത്തിൽ നിന്ന് 4 രണ്ടാമത്തെ റോ തുടങ്ങി, അടുത്ത റോ തുടങ്ങി. ഇപ്പൊ 3 റോ കഴിഞ്ഞു, 4ാമത്തെ പപ്പടം വേറിട്ട് നിൽക്കുന്നു. നമ്മുടെ സംഖ്യക്ക് വരാൻ സമയമായിട്ടുണ്ട്. യെസ്, ആദ്യം 1 വന്നു, 2 വന്നു, 3 വന്നു, 4 താഴെ തന്നെ പോയി തുടങ്ങി, 5 6 7 8 9. അടുത്തതിൽ ഏതാന്ന് ഓർമ്മയുണ്ടോ? 0. യെസ്, അപ്പം ഒരു സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് തുടങ്ങാം. 0 0
0. Next line. 1, 1, 1. Next line. 2, 2, 2. And the last one. 3, 0, 30. Okay. ഒന്നുകൂടി പഠിച്ചില്ലേ? നെക്സ്റ്റ്. ഇനി ഞാനൊന്നും പറയില്ല, നിങ്ങളാണ്, നിങ്ങളെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഓരോ സംഖ്യകളും വന്ന് വീഴുന്നപ്പോഴേക്കും നിങ്ങൾ മുൻകൂട്ടി പറയണം ഇന്ന സംഖ്യയാണ് വരാൻ പോകുന്നത്. ഓക്കെ. അടുത്ത സംഖ്യ ഏതാ? അടുത്ത സംഖ്യ, അടുത്ത സംഖ്യ, അടുത്ത സംഖ്യ, അടുത്ത സംഖ്യ എവിടെ? അടുത്ത സംഖ്യ, അടുത്ത സംഖ്യ, അടുത്ത സംഖ്യ. Again, next number, next number, next number, next number, next number. Yes, you have to predict. നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടേ നമ്പർ വരാൻ പാടുള്ളൂ. അങ്ങനെ വേണം പറയാൻ. യെസ്, യെസ്. അപ്പം ഈ പ്രാവശ്യം ഗെയിം കളിച്ചത് നിങ്ങൾ തന്നെയാണ്. ഈ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഉള്ള സംവിധാനങ്ങൾ നിങ്ങൾ മനസ്സിൽ കണ്ടത് അവിടെ എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ കളിച്ചിരിക്കുന്നത് നിങ്ങളാണ്. ഓക്കെ.